ഒരു നവജാത ശിശുവിനെ കൊല്ലപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. പക്ഷേ സ്വന്തം പിതാവാണ് കൊലപ്പെടുത്തിയത് എന്നത് ഏറ്റവും ഒടുവിലായി അതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട്. പ്രസവശേഷം മാതാവ് കുഞ്ഞിനെ ചേർത്തലയിൽ വെച്ച് ബിഗ് ഷോപ്പറിലാണ് കൈമാറിയത്. വീട്ടിൽ കുഞ്ഞുമായി എത്തിയ രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഷാജഹാൻ, ശുഭദിനം പറഞ്ഞുകൊണ്ട് തുടങ്ങാനാകുന്നില്ല. എന്തൊരവസ്ഥയാണിത്? ഒരു കുഞ്ഞിനെ അത്രത്തോളം പ്രസവത്തിന് ശേഷം മോശമായി തന്നെ ട്രീറ്റ് ചെയ്യുന്നു, അതിനെ ബിഗ് ഷോപ്പറിലാക്കി സ്വന്തം പിതാവിനെ ഏൽപ്പിക്കുന്നു, വീട്ടിലെത്തി ശ്വാസം മുട്ടിച്ച് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. എന്തായിരുന്നു ഈ നിലയ്ക്ക് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഇത്ര വലിയൊരു ദ്രോഹം ചെയ്യാനുള്ളൊരു കാരണം എന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുൻപ് സമാനമായൊരു സംഭവമുണ്ടായി. ഇതുപോലെ ഭാര്യ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, സുഹൃത്തും പെൺസുഹൃത്തും കൂടി ചേർന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവത്തിന് ശേഷം കുഴിച്ചു മൂടിയ സംഭവം തകഴിയിലായിരുന്നു. പക്ഷേ അതിനൊരു മാസമായില്ല. അതിനു മുമ്പ് വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത്തരം ഒരു വാർത്ത കഴിഞ്ഞ ദിവസം രാവിലെ കേരളം കേട്ടത്. നമ്മളാദ്യം ഈ സ്ത്രീ പ്രസവിച്ചു, കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. അത് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആദ്യം പോലീസിനോട് പറഞ്ഞത് കുഞ്ഞിനെ സാമ്പത്തികമായിട്ട് വളർത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനെ വിറ്റു എന്നുള്ളൊരു വാർത്ത ആദ്യം പുറത്തു വന്നു. പക്ഷേ അതിനുശേഷം നല്ല രീതിയിൽ അവിടുത്തെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവർ ഇടപെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് പെട്ടെന്ന് പോലീസിന് ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ചേർത്തല CIയും അതോടൊപ്പം തന്നെ DYSPയും ഒക്കെ തന്നെ വളരെ കരുതലോടുകൂടി തന്നെ തുടക്കം മുതൽ ഈ കേസ് അന്വേഷിച്ചതുകൊണ്ട് ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് തന്നെ ഈ കൊലപാതകവും അതിൻ്റെ ചുരുളഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഭവിച്ചത് ഇതാണ്. പള്ളിപ്പുറം സ്വദേശി ആശയുടെ ഒരു ആൺ സുഹൃത്തുമായിട്ട് ഇവർക്ക് അടുത്ത പരിചയമായിരുന്നു. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു. സ്വന്തം ഭർത്താവിനോട് വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അതിനുശേഷം പ്രസവത്തിന് ശേഷം അതീവ രഹസ്യമായിട്ട് ഏതാണ്ട് ഈ കഴിഞ്ഞ 31-നാണ് ഒരു ബിഗ് ഷോപ്പറിൽ ഈ കുഞ്ഞിനെ അമ്മ തന്നെ കൊണ്ടുവന്നിട്ട് ചേർത്തല ടൗണിൽ വെച്ചിട്ട് ആൺ സുഹൃത്തിന് കൈമാറുന്നത്. ആൺ സുഹൃത്ത് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് പാല് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും. കാരണം ഈ കുഞ്ഞ് കരയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഒരു ബൈക്കിൽ ഈ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഈ ബിഗ് ഷോപ്പറിൽ തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ വീട്ടിൽ കുറച്ച് മാറി കാടിനുള്ളിലായിട്ട് ഇതിനെ മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം കുറച്ച് വൈകി ഈ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞിനെ വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്ത് വന്നത്. ഏതാണ്ട് 3.5 കിലോയോളം തൂക്കം വരുന്ന ഒരു ആൺകുട്ടിയായിരുന്നു. സാധാരണ ജനങ്ങളൊക്കെ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കൊലപ്പെടുത്തി? സാധാരണക്കാരായ ആൾക്കാർ എത്രയോ പേര് കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, അവർക്ക് ആർക്കെങ്കിലും ഇത് കൈമാറിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ വളരെ അതിക്രൂരമായ രീതിയിൽ ഈ രതീഷ് എന്ന് പറയുന്ന ആൺ സുഹൃത്ത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അത് അത്ര വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം കണ്ടത്. പക്ഷേ പോലീസ് ഉടൻ തന്നെ അന്വേഷിക്കുകയും കുഞ്ഞിനെ ആദ്യം ഇവർ കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷം ഈ വാർത്തകൾ ഇന്നലെ രാവിലെ വന്നപ്പോൾ പിടിവീഴുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കുഞ്ഞിൻ്റെ, അതായത് തെളിവാണല്ലോ പ്രധാനം, കുഞ്ഞിനെ ഇല്ലാതാക്കുക, ഒന്നിലെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കടലിലോ കായലിലോ കളയുക എന്നൊരു ഉദ്ദേശത്തോട് കുഞ്ഞിനെ വീണ്ടും പുറത്തെടുക്കുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ പോലീസ് പിടികൂടുകയും ഈ കുഞ്ഞിനെ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഏതാണ്ട് 3, 4, 5 ദിവസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞാണ്, ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് അതിക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ കാമുകയും കൂടെ ചേർന്നിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും ഇന്നലെ തന്നെ പോലീസ് പിടികൂടുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നുകൂടി മാത്രം അറിഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും പ്രതി സമ്മതിച്ചു കഴിഞ്ഞു. വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി, തെളിവുകൾ കൂടി ഇനി ലഭിച്ചാൽ മതി. അതിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസിന് ലഭിക്കും. ശരി ഷാജഹാൻ.